രണ്ടാമത്തെ വട്ടം കാണണം തോന്നി, അതുകൊണ്ട്. അടിപൊളിയാ. മലയാളത്തിൽ ഇതുപോലത്തെ വയലൻസ് മുന്നേ കണ്ടിട്ടില്ല. നല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല. ഇവര് സജസ്റ്റ് ചെയ്തതാ. ഓക്കെ. ഇല്ല, എനിക്കൊന്നും അങ്ങനെ, ഞാൻ ഇങ്ങനത്തെ സിനിമ കുറെ കാണുന്ന അപ്പം എനിക്ക് എൻജോയ് ചെയ്തു ശരിക്കും. അതുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിയില്ല, എക്സാജറേറ്റഡ് ആയി തോന്നിയില്ല കുറെ പേര് പറയുന്ന പോലെ. പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു മൂവി. കുഴപ്പമില്ല. പറഞ്ഞു കേട്ടൊരു ഇതിൽ വന്നായിരുന്നു, അതൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ടൈം പോകുന്നൊന്നും നമ്മൾ അറിയത്തില്ല. ഫുൾ എൻഗേജിങ് ആണ് മൂവി. പിന്നെ നമുക്ക് ആ ഒരു അഗ്രഷൻ ഫീൽ ചെയ്യും. ചില സീനൊക്കെ വരുമ്പോഴത്തേനും എന്താണോ മാർക്കോയ്ക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചില പോയിന്റിലൊക്കെ. അല്ല, മലയാളം വെച്ച് നോക്കുമ്പോഴത്തേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വയലൻസ് വന്നിട്ടില്ല. പക്ഷെ ഇത് ബാക്കി ഇതിലൊക്കെ ലാംഗ്വേജസിലൊക്കെ ആകുമ്പോഴത്തേനും ഈ ഒരു വയലൻസ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്ര എനിക്കത്ര പേഴ്സണലി ഞാനിത് കണ്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് അത്ര ഭയങ്കര ബ്രൂട്ടലായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. പക്ഷേ മലയാളികളെന്ന നിരക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇച്ചിരി കൂടെ ഉണ്ണിമുഖം തന്നെ ചേരുന്നുണ്ട് സത്യത്തിൽ നന്നായിട്ട്. അതെ. ഇല്ല, അല്ല, ഇത്ര സ്വാഗുള്ള എനിക്ക് തോന്നുന്നില്ല വേറെ ഒരാളുണ്ട്. ഉണ്ണിമുഖത്തിന് പകരം ആർക്കും അല്ലേ. ഭയങ്കരമായിട്ട് ഫിറ്റ് ആവുന്നുണ്ടായി. അതെ. ആ അഗ്രഷനൊക്കെ തോന്നുന്നു ശരിക്കും. അത് ഫീൽ ചെയ്യും. ചില സീനൊക്കെ വരുമ്പോഴത്തേനും ആ അഗ്രഷൻ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മോളായോ നേരത്തെ ചേച്ചിയായിരുന്നല്ലോ. പടമൊക്കെ അടിപൊളിട്ടോ. സീനല്ലേ അങ്ങനൊക്കെ ചോദിച്ചല്ലാതെ പടം ഫുള്ള് നമ്മൾ ഇടി കാണുമ്പോ ആരും ഇഷ്ടമായൊന്നും നോക്കില്ലല്ലോ. സെക്കൻഡ് ഹാഫ് നല്ലത് ഫസ്റ്റ് ഹാഫിനേലും. ഇല്ല പറഞ്ഞിട്ടുണ്ട്. അല്ല രണ്ടാമത്തെ. അടിപൊളിയാണ്. ഗുഡ് എക്സ്പീരിയൻസ്. ബ്രോ എങ്ങനെയുണ്ട് മാർക്കോ? ബ്രോ അടിപൊളി. എത്രാമത്തെ തൊട്ടാ? എങ്ങനെയുണ്ട് പടം? അടിപൊളി. എങ്ങനെയുണ്ട് മാർക്ക്? എങ്ങനെയുണ്ട്? നല്ല പടം. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ആയിട്ട് വന്നതാണോ?